ഇത് നമ്മൾ ഈ ബാത്റൂമിന്റെ അവിടേക്ക് ഇടാനും കിച്ചണിലൊക്കെ ഇടാനായിട്ട് ഉപയോഗിക്കുന്ന സൈസ് മാറ്റാണിത്. അതായത് തെന്നില്ല, അടി റബ്ബറൊക്കെ ഉള്ളതാണ്. ഇതാണ് നമ്മുടെ 5 രൂപയുടെ ചട്ടി എന്ന് പറയുന്നത്. ഇത്രയും അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട്. 5 രൂപയുള്ളൂ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. 5 രൂപ മുതലാണ് ചെടിച്ചട്ടികൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 5 പിന്നലുള്ള ചൂലാണ്. പുല്ല് നൈസ് പുല്ലായിട്ടുള്ളത് 5 പിന്നലായിട്ടുള്ള ചൂലാണ്. നമുക്ക് ഇപ്പൊ അത്യാവശ്യം അധികം കട്ടിയില്ല. ആൾക്കാർ കട്ടിന്റെ അടിയിലൊക്കെ നമുക്ക് അടിക്കാൻ സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്ന ചൂലുകളാണ്. എത്ര റേറ്റ്? ഇതിന് ഒരു 100-110 രൂപയുടെ അടുത്ത് വരുന്നുണ്ട്. ഒരു പീസ് വരുമ്പോ 135 നമ്മളിവിടെ കൊടുക്കുന്നത്. 115 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അതിന്റെ തന്നെ വെറൈറ്റി സാധനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് തന്നെ നമ്മൾ ഈ ഇങ്ങനെ അടീനി വയ്ക്കാനൊക്കെ ആയിട്ട് ഇങ്ങനത്തെ ഈ മോഡൽ പരന്ന സൈസ്. ഇത് അതിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ 5 രൂപയുടെ ചട്ടി കാണിച്ചല്ലേ, അതിന്റെ അത് തന്നെ വാങ്ങിച്ച് ഇന്നർ വെച്ച് നമുക്ക് കൊടുക്കാം. ഇതിന് 15 രൂപ വരുന്നുള്ളൂ ഈ ചട്ടി. ഇത് മീറ്റർ കട്ട് ചെയ്യുന്ന കത്തികളാണ്. അതിന് 480 രൂപ വരും. ഇത് ഇത്രയും വലിയ കട്ടി. ഈ മാർക്കറ്റിലേക്കൊക്കെ ഇറച്ചി മീനൊക്കെ വെട്ടാനായിട്ട് അവർ കൊണ്ടുപോകും. 450 രൂപ ഈ കത്തി റേറ്റ് വരുന്നത്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നുള്ളത് നമ്മുടെ ചാലക്കുടിയിലുള്ള റോസ് ഫാക്ടറി ഔട്ട്ലെറ്റിലാണ്, റോസ് പ്ലാസിലാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇവരൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അന്ന് ക്രിസ്മസിൻ്റെ ഓഫറൊക്കെ ആയിട്ട് കുറച്ച് വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ എല്ലാ കാര്യങ്ങളും ക്രിസ്മസിൻ്റെ ഞങ്ങളൊക്കെ മാറ്റി നിർത്തി ഒരു നോർമൽ ഒരു വീഡിയോയ്ക്ക് വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചേച്ചി ഇവിടെ ഉണ്ട്. അപ്പോൾ ചേച്ചി നമസ്കാരം. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. അപ്പോൾ ഞാൻ ആദ്യം ഇപ്പോൾ ഇവിടെ കുറേ ഓസുകൾ, അതായത് ചെടിയൊക്കെ നനയ്ക്കണ ടൈപ്പ് ഓസുകൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുമ്മ പറഞ്ഞാൽ നമുക്ക് തുടങ്ങാം. അപ്പൊ ഇത് എന്ത് ടൈപ്പ് ഓസായിരുന്നു? ഇത് നമ്മള് ഈ ചെടി നനയ്ക്കാനും പിന്നെ നമ്മുടെ അത്യാവശ്യം നമ്മുടെ മുറ്റത്തൊക്കെ ജാതി തൈയൊക്കെ ഉണ്ടെങ്കിൽ നനയ്ക്കാനും എടുക്കാം, കുഴപ്പമില്ല. അങ്ങനത്തെ എത്ര മീറ്റർ ആണ് വരുന്നത്? ഇത് 30 മീറ്റർ വരും. 30 മീറ്റർ ആണ് റോള് 30 മീറ്റർ. ഇത് റേറ്റ് വരുമ്പോ ഇതിന്റെ റേറ്റ് വരുമ്പോ 700 രൂപ വരുന്നുള്ളൂ. 700 രൂപ വരും ഈ ഒരു വില. 700 രൂപ. പിന്നെ ഇതിന്റെ കൂടിയ സൈസ് ഉണ്ട്. കൂടിയ സൈസ് വരുമ്പോ ക്വാളിറ്റി കൂടിയതാണോ? ക്വാളിറ്റി കൂടിയത് അത് 30 മീറ്റർ തന്നെ. അത് 900 രൂപ വരുന്നുണ്ട്. റേറ്റ് വ്യത്യാസം വരാതെ ക്വാളിറ്റി വ്യത്യാസം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് റേറ്റിന് വ്യത്യാസമുണ്ട്. പിന്നെ അതിന്റെ തന്നെ ചെറിയത് വരുന്നുണ്ട്. ചെറിയ ഇത് വരുന്നുണ്ട്. മീറ്റർ 30 തന്നെ, പക്ഷെ അതിന്റെ വണ്ണം കുറഞ്ഞത് ചെറിയ മോഡലുകളൊക്കെ വരുന്നുണ്ട്. ഇത് വരുമ്പോ ഇത് കുറവായിരിക്കും, വണ്ണം കുറവായിരിക്കും, മീറ്റർ ഒക്കെ സെയിം തന്നെ. 375 രൂപയൊക്കെ വരുന്നുള്ളൂ. 375 രൂപയായിരിക്കും ഈ ഒരു ഓസിന്റെ റേറ്റ് വരുന്നത്. മീറ്റർ ഒക്കെ 30 തന്നെ വരുന്നുള്ളൂ. അപ്പൊ ഓസുകൾ അപ്പൊ അങ്ങനെ അത്രയും ഇതാണുള്ളത്. അപ്പൊ 3-4 തരം ക്വാളിറ്റി ഉണ്ട്. മോട്ടറിന്റെ ഓസ് ഉണ്ട്, അതുപോലെ നനയ്ക്കുന്ന ഓസുകൾ തന്നെ 4 ടൈപ്പ് ഉണ്ട്. കനം കൂടിയതുണ്ട്, കനം കുറഞ്ഞതുണ്ട്, അങ്ങനെ പല ടൈപ്പുകളുണ്ട്. അപ്പൊ അതിൻ്റെതായ വ്യത്യാസങ്ങൾ വരും. കനം കൂടിയത് നല്ല ക്വാളിറ്റിയിൽ വരുമ്പോൾ 900 വരും. കനം കുറഞ്ഞതാണെങ്കിൽ അതിനനുസരിച്ച് 700 രൂപ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. 300 രൂപ അങ്ങനെയൊക്കെ ആയിരിക്കും അതിന്റെ റേറ്റ് വരണേട്ടോ. അപ്പൊ അതാണ് ഓസുകളുടെ. ഇതിന് നമുക്ക് ഇങ്ങോട്ടേക്ക് കടന്നാലും ഇവിടെ കുറെ മാറ്റുകള്, ഇത് ഫുൾ മാറ്റ് അല്ലേ, മാറ്റുകൾ ഇരിപ്പുണ്ട്. അപ്പൊ ഇത് എന്ത് ടൈപ്പ് മാറ്റായിരുന്നു? ഇത് നമ്മൾ ഈ ബാത്റൂമിന്റെ അവിടേക്ക് ഇടാനും കിച്ചണിലൊക്കെ ഇടാനായിട്ട് ഉപയോഗിക്കുന്ന സൈസ് മാറ്റാണിത്. അതായത് തെന്നില്ല, അടി റബ്ബറൊക്കെ ഉള്ളതാണ്. അത് ഒരു സ്ക്വയർ ഫീറ്റ് ആണ് നമ്മൾ കൊടുക്കണേ. 55 സ്ക്വയർ ഫീറ്റ്. ഒരു സ്ക്വയർ ഫീറ്റിന് 55 രൂപയൊക്കെ വരുന്നു. ഒരു സ്ക്വയർ ഫീറ്റിന് 55 രൂപ. ഇതൊക്കെ അങ്ങനത്തെ മെറ്റീരിയൽ തന്നെയല്ലേ? ഇതെല്ലാം ഇത് വരുമ്പോ കുഷ്യൻ മാറ്റ് എന്ന് പറയാ അതിന്. ഇതൊരു സ്ക്വയർ ഫീറ്റ് 55 രൂപ വരുന്നുള്ളൂ. ഇതും ഒരു സ്ക്വയർ ഫീറ്റ് 55 രൂപ റേറ്റ് വരുന്നത്. അതേപോലെ മാറ്റുകൾ തന്നെ പല തരമുണ്ട്. ഇത് വരുമ്പോ ഒരു 50 രൂപ സ്ക്വയർ ഫീറ്റ് ഒക്കെ വരുന്നുള്ളൂ. നമ്മള് ഹോൾസെയിൽ റേറ്റ് ഒരു 50 രൂപയൊക്കെ വരുന്നുള്ളൂ സ്ക്വയർ ഫീറ്റ്. 50 രൂപ ഈ ഒരു സ്ക്വയർ ഫീറ്റിന്റെ റേറ്റ് വരുന്നത്. ഇത് 50 രൂപ വരും. പിന്നെ ഇതും അത് തന്നെ. ഇത് എസ് മാറ്റ് എന്ന് പറയും. അതായത് ഈ മാറ്റിന് തന്നാത്ത മാറ്റ്. ഈ വയസ്സായ ആൾക്കാരൊക്കെ കുളിക്കാനൊക്കെ പോകുമ്പോ ബാത്റൂമിൽ തെന്നി വീഴാണ്ടിരിക്കാൻ നമ്മൾ ഉപയോഗിക്കണ മാറ്റ്. ഇതിന് 50 രൂപ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത്. അതിന് 50 രൂപ റേറ്റ് വരുന്നത്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഗ്രാസിന്റെ മാറ്റ്. ഇത് പലരും പലതരത്തിൽ ഉപയോഗിക്കാനായിട്ട് ഒക്കെ കൊണ്ടുപോകുന്നവരുണ്ട്. ഇത് 45 രൂപയുണ്ട്, 38 രൂപയുണ്ട്. അത് ഓരോ MM അനുസരിച്ചാണ് അതിന്റെ റേറ്റ്. MM അനുസരിച്ചായിരിക്കട്ടെ ഇതിന്റെ റേറ്റ് വരുന്നത് ഈ മാറ്റിന്റെ. അപ്പൊ അങ്ങനെ നോക്കണ ഡിസൈൻ ഉള്ള ഒരു വേറെ മാറ്റ് ഉണ്ട് ഇവിടെ. ഇത് സെയിം മെറ്റീരിയൽ, അതേപോലെ തന്നെ നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്നത്. ഇത് അതിന്റെ ഡിസൈൻ വ്യത്യാസമായിട്ടുള്ളത്. അത് പ്ലെയിൻ, ഇത് അതിന്റെ ഡിസൈൻ ആയിട്ട് റേറ്റ് വ്യത്യാസം ഉണ്ട്. അതിന്
റേറ്റ് വ്യത്യാസം ഇത് ഇത്തിരി കൂടിയ ടൈപ്പാണ്. ഇതിനൊരു 60 രൂപ 65 രൂപ റേറ്റ് ഒക്കെ വരുന്നുണ്ട് ഒരു സ്ക്വയർ ഫീറ്റിന്. ആ ഒരു ടൈപ്പ് മാറ്റ് ഉണ്ട്. പിന്നെ ഇത് എന്ത് ടൈപ്പ് ആയിരുന്നു? ഏതാ ഇത് ഇതാ ഇത് നമ്മള് ഈ കടകളിൽ കടക്കാരൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ കടയുടെ കുമ്മർത്തിടുകയാണ്. പിന്നെ നമ്മുടെ വീടുകളിൽ നമ്മൾ ചവിട്ടി കയറാൻ വേണ്ടിയിട്ട് ഓട്ടയുള്ള മണ്ണൊക്കെ താഴത്തേക്ക് വീഴാൻ ടൈപ്പ് ഇതല്ലേ? അങ്ങനത്തെ ഒരു ചവിട്ടിയാണത്. ഇതിന് എത്രയായിരുന്നു ഒരു മീറ്റർ സ്ക്വയർ ഫീറ്റ്? ഇത് ഒരു പീസിനാണ് വരുന്നത്. അതിന്റെ വലിപ്പത്തിന്റെ അനുസരിച്ചാണ് പൈസ വരണേ. ചെറുതാണെങ്കിൽ 85 രൂപയുടെ ഉണ്ട്, വലുതാവുമ്പോ 130 രൂപ 150 രൂപ അങ്ങനെയൊക്കെ ആ റേറ്റ് ഒക്കെ വരുന്നത്. ചിലത് മുറിച്ചു കൊടുക്കണവരുണ്ട്, ഇത് മുറിക്കാത്തതുണ്ട്. രണ്ട് തരത്തിലുള്ളതുണ്ട്. അപ്പൊ അങ്ങനെയാണ് മാറ്റുകൾ. അങ്ങനെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഇവിടെ ഉണ്ട്. അപ്പൊ കൂടുതൽ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അവിടെ കോണ്ടാക്ട് ചെയ്താൽ മതി. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് വന്നാലോ, ഫുള്ള് ചെടിച്ചട്ടികൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇത് എത്ര രൂപയായിരിക്കും ഈ ചെടിച്ചട്ടി റേറ്റ്? ഈ ചെടിച്ചട്ടിക്ക് വരും 195 രൂപ വരും. 195. അതായത് ഇതിന്റെ വലിപ്പം തന്നെ ഇത് ഈ മാവ്, പ്ലാവ്, റംബൂട്ടാൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോണതാണിത്. ഈ വലിയതല്ലേ, വലിയ സാധനം നമുക്ക് വീട്ടിൽ തന്നെ മറ്റേ പറമ്പില്ലാത്തവർക്കൊക്കെ വീട്ടിൽ തന്നെ നമ്മുടെ മുറ്റത്തൊക്കെ വെച്ച് നമുക്ക് ചെയ്യാലോ. ഇതിന് റേറ്റ് 195. എത്ര റേറ്റ്? ഇതിന്റെ റേറ്റ് 195 രൂപ. 195 രൂപ ഇതിന്റെ റേറ്റ് വരുന്നത്. പിന്നെ അതിന്റെ തന്നെ വലിയതുണ്ടല്ലോ, ഇവിടെ വലിയ ചട്ടി ഉണ്ട്. ഇത് വരുന്നത് 420 രൂപ. കുറച്ചും കൂടെ വലിയ ടൈപ്പ് നമുക്ക് നമ്മൾ ഈ കൃഷിഭവൻ പഞ്ചായത്തിലേക്ക് ഈ ബ്ലോക്കുകളിലേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ സൈസ് അവർ കൊണ്ടുപോകാറുണ്ട്. ഇപ്പൊ നമ്മുടെ വീടുകളിലായാലും ഇത് വെക്കാം, മാവോ പ്ലാവോ അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ വെക്കാൻ പറ്റിയ സൈസ്. പിന്നെ അതിന്റെ തന്നെ കളർ വ്യത്യാസം, അതിന് ബ്ലാക്ക്, അത് ഈ ടെറ, അങ്ങനെ പല ഐറ്റങ്ങളുണ്ട്. ബ്ലാക്ക് വരുമ്പോ 170 രൂപയൊക്കെ വരുന്നുള്ളൂ. ഈ ഒരു സൈസ് ഇതിന്റെ തന്നെ ക്വാളിറ്റി ക്വാളിറ്റി തന്നെ 170 രൂപയൊക്കെ വരുന്നുള്ളൂ. ബ്ലാക്ക് 170 രൂപയുടെ ഇത്രയും വലിയ പ്ലാസ്റ്റിക്കിന്റെ ഒരു ചട്ടിയാണ് ഇവിടെ ഉള്ളത്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് എന്ത് ടൈപ്പ് ചട്ടിയായിരുന്നു? ഈ ഒരു ഇത് ഓർക്കിഡ് വെക്കുന്ന ചട്ടിയാണ് ഈ ഓട്ടമുള്ള ചട്ടി. ഇതിന് ഒരു 40 രൂപയൊക്കെ വരുന്നുള്ളൂ. 40 വലിയ ചട്ടിയാന്ന് തോന്നുന്നു. അത്യാവശ്യം അല്ല. അതിന്റെ ചെറുതുണ്ട് പല, അതിന് തന്നെ 3 തരം ടൈപ്പുകളുണ്ട്. ഇതിന് എത്രയാ വരുന്നത്? ഇതിന് 40 രൂപ വരും. 40 രൂപ കേട്ടോ ഈ ഒരു ചട്ടിയുടെ റേറ്റ് വരുന്നത്. പിന്നെ ചെറിയ ചട്ടി ഉണ്ട് കേട്ടോ, ചെറിയ ഇത് എത്ര രൂപ? ഒരു 9 രൂപ ഒക്കെ വരുന്നുള്ളൂ. 9 8 രൂപയൊക്കെ വരുന്നുള്ളൂ ഈ ചെടിച്ചട്ടിക്ക്. അങ്ങനെയൊക്കെ ചട്ടികൾ എത്ര രൂപയിലേക്ക് സ്റ്റാർട്ട് ചെയ്യണം? ചെറിയ ചട്ടി, ഏറ്റവും ചെറിയ ചട്ടി തുടങ്ങി 5 രൂപയ്ക്ക് തുടങ്ങുമ്പോൾ സ്റ്റാർട്ട് ചെയ്യണം. 5 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യണം. 5 രൂപയുടെ ചട്ടി ഇവിടെ ഉണ്ട്. 5 രൂപയുടെ ചട്ടി ഇവിടെ ഉണ്ട്. അത് അതിന്റെ ഉള്ളിലിരിക്കണേ 5 രൂപയുടെ ചട്ടി. 5 രൂപയുടെ ചട്ടി ആള് കാണിച്ചു കേട്ടോ. ചെറിയ ചട്ടി ഇതാണ് നമ്മുടെ 5 രൂപയുടെ ചട്ടി എന്ന് പറയുന്നത്. ഇത്രയും അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട്. 5 രൂപയുള്ളൂ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് 5 രൂപ മുതലാണ് ചെടിച്ചട്ടികൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ സ്റ്റാർട്ടിങ് ചട്ടിയാണ് ഇത്. 5 രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. പിന്നെ ഇതിന് എത്ര വരണേ? ഈ ഒരു 10 രൂപ വരും. 10 രൂപയുടെ ചട്ടി. ഡിസൈനൊക്കെ ഉണ്ട് കേട്ടോ. ഡിസൈൻ ഉണ്ട്, പൂവുണ്ട്. അത്യാവശ്യം ഡിസൈനൊക്കെ ഉള്ള ഒരു ടൈപ്പ് ചട്ടിയാണ്. അത്യാവശ്യം നല്ല ചട്ടിയാണ്. 10 രൂപ ഉള്ളത് ഇതിന്റെ റേറ്റ് വരുന്നത്. പിന്നെ നമുക്ക് അടുത്തത് ഇതാണല്ലോ അടിയനത്തിന്റെ ചെറുതുണ്ടെന്ന് പറഞ്ഞത്. ഓർക്കിഡ് ഓർക്കിഡ് ചട്ടികളുടെ ചെറിയ ചട്ടി ആണെങ്കിൽ അതുണ്ട്. ഇതിന് എത്ര രൂപയായിരിക്കും വരാം? ഇതിന് 15 രൂപ വരുന്നുള്ളൂ. 15 രൂപ ആയിരിക്കട്ടെ ആ ഒരു ചട്ടിയുടെ റേറ്റ് വരുന്നത്. അതുണ്ട്. എടുക്കണ്ട കുഴപ്പമില്ല. 15 രൂപ. പിന്നെ ഇതാകുമ്പോ ഒരു 15 രൂപ വരും. ഇതിന്റെ ഈ ഇത്രയും 3 ചട്ടിക്ക് തന്നെ 15 രൂപ. ഇത്രയും വലിപ്പം കേട്ടോ. 15 രൂപ ഇത്രയും വലിപ്പമുള്ള. അതിന്റെ ടെറ തന്നെ 17 രൂപ. വേറെ കളറല്ലേ? വേറെ കളറാട്ടത്. അതുകൊണ്ട് ഇവിടെ അത് വേണ്ടവർക്ക് ആ ടൈപ്പ് ചട്ടി ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ചട്ടികളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ കുറച്ചും കൂടെ 10 ഇഞ്ച് പോട്ട്. ഇത് 32 രൂപയുള്ളൂ ഈ ഒരു ചട്ടിക്ക്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ചട്ടികളാണ്. ഇതാ 35 രൂപ ആയിരിക്കട്ടെ ഈ ഒരു ചട്ടിയുടെ. ക്വാളിറ്റി നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള ഒരു ചട്ടിയാണത് ഇത്. അതുണ്ട്. ഇത് പിന്നെ കുറച്ച് ഡിസൈൻ പോലത്തെ ചട്ടികൾ. ഇതിന് എത്ര രൂപ തന്നെ റേറ്റ്? ഇതിന് 46 രൂപ വരും. 46 രൂപ കേട്ടോ ഈ ഒരു ചട്ടിയുടെ റേറ്റ് വരുന്നത്. നമുക്ക് ബൊഗെയിൻവില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാൻ പറ്റിയ, ബോൺവില്ല വെക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് റോസ് അങ്ങനെയുള്ള ചെടികളൊക്കെ വെക്കാൻ പറ്റിയ ടൈപ്പ് ചട്ടിയാണ് കേട്ടോ ഇത്. അതുണ്ട് ഇവിടെ. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് എത്ര ഇഞ്ചായിരുന്നു ഈ ചട്ടി? അതും 10 ഇഞ്ച് തന്നെ പോട്ടാണ്. ഇതിന് 45 രൂപ വരും. 45 രൂപ വരും. ഇതിന് അത്യാവശ്യം നമുക്ക് നല്ല രീതിക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റിയൊരു
ചട്ടിയുണ്ട്, കളറായാലും ഡിസൈനൊക്കെ ഉണ്ട്. അപ്പോൾ ആ ചട്ടി ഉണ്ട് ഇവിടെ. അപ്പോൾ അത് വേണ്ടവർ കോണ്ടാക്ട് ചെയ്യുക അവിടെ. ഇനി ഇത് മെറ്റീരിയൽ അത് തന്നെയാണ്, സെയിം തന്നെയാണ്? അതിന്റെ തന്നെ മെറ്റീരിയൽ, അത് ബ്ലാക്ക് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഇത് തന്നെ മെറ്റീരിയൽ ആ ചട്ടിയും സെയിം തന്നെയാണ്, 40 രൂപയൊക്കെ വരുന്നുള്ളൂ. കളറ് മാത്രമേ വ്യത്യാസമുള്ളൂ. ആ ഒരു ടൈപ്പ് ചട്ടികൾ ഇവിടെ ഉണ്ട്. ഇത് മറ്റേ ഇത് ഇന്നറുള്ള ചട്ടി, ഇന്നർ പോട്ടുള്ളത്. അതായത് ഇതിന്റെ ഉള്ളിൽ ഒരു ബ്ലാക്ക് ചട്ടി കൂടി വരും. ഇതിന് 50 രൂപ 60 രൂപയൊക്കെ വരുന്നുള്ളൂ. ഇത് 60 രൂപയുടെ ചട്ടിയാണ്. ഇതിന്റെ ഉള്ളില് ഒരു ബ്ലാക്ക് വരും. 60 രൂപ 65 രൂപയ്ക്ക് കൊടുക്കുന്നത് നമ്മള്. അതിന്റെ ഉള്ളിൽ ഒരു ബ്ലാക്ക് വരും. ബ്ലാക്ക് ചട്ടിയും കൂടെ വരുന്നത് ഇങ്ങനെ ഇന്നറായിട്ട് വരും കേട്ടോ. അപ്പൊ അങ്ങനെയാണ്. പിന്നെ 90 രൂപ 100 രൂപ 120 രൂപ അങ്ങനെ പല. ഇതിന് എത്ര വരുന്നത് ഈ ഒരു ഡിസൈൻ? 115. ഇതിന് 90 രൂപ വരുന്നുള്ളത്. ഈ ചട്ടിക്ക് 90 രൂപ. 90 രൂപ കേട്ടോ ഈ ഒരു ചട്ടിയുടെ റേറ്റ് വരുന്നത്. അത്യാവശ്യം ഡിസൈൻ ഉള്ളതാണ്, ഇന്നറുള്ള ഒരു ചട്ടിയാണ് കേട്ടത്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ അതിന്റെ അടീനിയെ വെക്കാനായിട്ട് ആൾക്കാർ അങ്ങനെ കൊണ്ടുപോകുന്ന ഇഷ്ടംപോലെ മോഡലൊക്കെ. ഇപ്പൊ അതിന് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ അതിന് തന്നെ വേറെ വലിപ്പമുള്ളത് വേണമെങ്കിൽ ഇതാ വലിപ്പമുള്ളത് നേരത്തെ നമ്മൾ കണ്ട വൈറ്റ്. അത് തന്നെ 3 തരം ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിന്റെ തന്നെ വൈറ്റ് കളർ ചട്ടിയാണ്ടത് എടുക്കണ്ട, കുഴപ്പമില്ല. പിന്നെ വേറെ കളറ് ചട്ടിയാണ്. ഇതൊക്കെ ഇന്നർ വരുന്ന കേട്ടോ. ഇത് വേറൊരു ചട്ടിയും കൂടെ വരും ഇതിന്റെ ഉള്ളില്. കാണിച്ചാ മതി. ഇത് വരുമ്പോ ഒരു 130 രൂപ വരും. അതിന്റെ ഇന്നർ ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ ഇന്നർ ഉള്ളതാണ്. അതിന്റെ 150 രൂപയുടെ ഉണ്ട്. കുറച്ചും കൂടെ വലിപ്പം കൂടിയത് ഇന്നർ ഉള്ളത് തന്നെ. ഇന്നർ ഉള്ളതാണ്. പിന്നെ നമുക്ക് ഇത് 150. ഇത് ഇന്നർ ഉള്ളതല്ലോ. ഇത് ഇന്നർ ഇല്ല. ഇത് സാധാരണ നമ്മള് വൈറ്റ് ചട്ടി അത് ഇറയത്തൊക്കെ വെക്കാൻ, നമ്മൾ സിറ്റ് ഔട്ടിലൊക്കെ വെക്കാൻ കണക്കാക്കി കൊണ്ടുപോകണവര്. ഇത് 150 രൂപ ഇതിന്റെ ഒരു റേറ്റ് വന്നതല്ലേ. പിന്നെ ഇത് ഇന്നറുള്ളതല്ലോ. ഇതിന്റെ ചെറുത് തന്നെ. അതൊരു 40 രൂപ 45 രൂപ അങ്ങനെയൊക്കെ റേറ്റിലായിരിക്കും വരണ്ടാവും. നമുക്കിനി അത് നോക്കാം. ഇത് നമുക്ക് മറ്റേ ഈ മണി പ്ലാന്റ് ഒക്കെ കയറ്റാൻ പറ്റിയ ഇതിന്റെ ഏറ്റവും വലുതിന് എത്ര? ഏറ്റവും വലുതിന് 80 രൂപ വരുന്നുണ്ട്. 80 രൂപ. പിന്നെ അത് താഴെ 65 രൂപ 60 രൂപ അങ്ങനെ പല ടൈപ്പ് 3 ടൈപ്പ് വരുന്നുണ്ട്. ഇത് അടിയിലിരിക്കുന്ന ചട്ടിയാണോ? ഇത് അടിയിലിരിക്കുന്ന ഏറ്റവും വലിയ ചട്ടി. അത് നല്ല നല്ല കമ്പനി ചട്ടിന്. അതിനൊരു 2000-ന്റെ അടുത്തൊക്കെ വരുന്നുണ്ട്. ഏകദേശം റേറ്റ് ആയിട്ടാ പറയുന്നത്. അങ്ങനെയുണ്ട്. പിന്നെ നമുക്ക് ചട്ടികൾ അവിടെ ഉണ്ട്, നമുക്ക് കാണാം. അതിന് മുമ്പ് നമുക്ക് ഇവിടെ ഉള്ള ചൂലുകൾ കണ്ടിട്ട് അങ്ങോട്ട് പോവാം. ഇതൊക്കെ എന്ത് ടൈപ്പ് ചൂലുകളായിരുന്നു? മറ്റേ ഇത് പുല്ലിന്റെ ചൂലാണ്. അതായത് ഇത് 5 പിന്നലുള്ള ചൂലാണ്. പുല്ല് നൈസ് പുല്ലായിട്ടുള്ളത് 5 പിന്നലായിട്ടുള്ള ചൂലാണ്. നമുക്ക് ഇപ്പൊ അത്യാവശ്യം അധികം കട്ടിയില്ല. ആൾക്കാർ കട്ടിന്റെ അടിയിലൊക്കെ നമുക്ക് അടിക്കാൻ സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്ന ചൂലുകളാണ്. എത്ര റേറ്റ്? ഇതിന് ഒരു 100-110 രൂപയുടെ അടുത്ത് വരുന്നുണ്ട്. 110 ആ റേഞ്ചിനടുത്ത് വരും കേട്ടോ ഈ ഒരു ചൂലിന്റെ. പിന്നെ വേറെ ടൈപ്പ് ചൂല് അതിന്റെ തന്നെ പല ടൈപ്പ്. അത് തന്നെ പ്ലാസ്റ്റിക്. ഇതൊരു 100 രൂപ വരുന്നുള്ളൂ. ഇത് ഇവിടുത്തെ കമ്പനി തന്നെയാണോ? ഇത് ഇവിടുത്തെ കമ്പനിയുടെ തന്നെ. ഇവിടുത്തെ കമ്പനി തന്നെയാണ്. അപ്പൊ അതിന്റെ പ്ലാസ്റ്റിക്കിന്റെ ഉണ്ട്. അത് തന്നെ പല ടൈപ്പ് ഉണ്ട്. അത് തന്നെ പല മോഡലിന്റെ. അല്ല, ഇത് പ്ലാസ്റ്റിക് തന്നെ. പുല്ലിന്റെ മോഡൽ തന്നെ പ്ലാസ്റ്റിക്കിന്റെ തന്നെ. പ്ലാസ്റ്റിക്കിന്റെ ചൂലാട്ടോ അത്. ഇത് എത്ര രൂപ വരുന്നുണ്ട്? ഇത് വരുമ്പോ 110 രൂപ വരുന്നുണ്ട്. 110 രൂപ അതിന്റെ റേറ്റ് ആണ്. അങ്ങനെ ചൂലുകൾ നമുക്ക് അവിടെ വെറൈറ്റി വേറെ. പിന്നെ ഈ ചൂല് ഇത് വരുമ്പോ ഒരു ഇത്തിരി കൂടിയ ടൈപ്പാണ്. അതായത് ഈ പുല്ലിന്റെയും പിന്നെ ഈ പിടിയുടെയാണ് നമുക്ക് പൈസ ഇതായിട്ട് വരുന്നത്. പുല്ല് നല്ല നൈസ് പുല്ലാണ്. അതിന്റെ വ്യത്യാസങ്ങൾ വരും. അതിനെത്ര റേറ്റ്? ഇതിനൊരു 175 190 ഒക്കെ വരുന്നു. 105 195 അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അതിന്റെ റേറ്റ് വരണേ. അപ്പൊ അങ്ങനെ ചൂലുകള് അവിടെ ഉണ്ട്. നമുക്ക് കാണാൻ അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് കാണാൻ. നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ചൂല് ടൈപ്പുകളാണ്. പല പല ടൈപ്പ് ചൂലുകളാണത്. ഇത് ഓലച്ചൂല്. ഇതൊരു 30 രൂപ റേഞ്ചൊക്കെ വരുന്നുള്ളൂ. ഓലയുടെ ചൂലുണ്ട്. ഇതൊക്കെ ഒരു ഫുള്ള് ഓല ടൈപ്പ് ചൂലുകളാണ്. ഫുള്ള് ഓലയുടെ. ഇത് അതേപോലെ തന്നെ നമ്മൾ കാണിച്ചല്ലേ. അത് അതായത് കനം കുറഞ്ഞ ടൈപ്പ് നമുക്ക് പിടിച്ച് നമ്മുടെ കട്ടിന്റെ അടിയിൽ പോയി തണ്ടൽ വേദനയ്ക്ക് ഉള്ളവർക്കൊക്കെ ഇതിങ്ങനെ നിന്നുകൊണ്ടൊക്കെ അടിച്ചാൽ മതി. അത്രയും നീളം ഉണ്ട്. അതുപോലെ അതിനനുസരിച്ചുള്ള തിക്നെസ്സും ഉണ്ട്. അധികം കട്ടിയില്ല. ഇതിന് വരുന്നത് 110 രൂപ വരുന്നുണ്ട്. അതായത് ഈ പുല്ലിനാണ്, നമ്മൾ ഈ ഗ്രാസിന്റെ സാധനത്തിനാണ് നമ്മൾ അധികം പൈസ പറയുന്നത്. നല്ല നൈസ് പുല്ലാണ്. വെള്ളം നല്ല നൈസ് പുല്ലണേ. അതിനാണ് ആ റേറ്റ് പറഞ്ഞേട്ടോ. അപ്പൊ ചൂലുകള് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് എന്ത് ടൈപ്പ് ആയിരുന്നു?
ഇത് നമ്മുടെ കമ്പനി റോസ് കമ്പനിയുടെ തന്നെ സാധനം തന്നെയാണ്. ഇതിനൊരു 80 രൂപ 75 രൂപയൊക്കെ റേറ്റ് അങ്ങനെയൊക്കെ വരുന്നുള്ളൂ. പുല്ലിന്റെ തന്നെ ഒരു വശം ചെരിഞ്ഞ ചൂലാണ് കേട്ടോ. ആ ഒരു ടൈപ്പ് ചൂലുകൾ ചൂലുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുപാട് ചൂലുകൾ ഇഷ്ടംപോലെ മോഡലുകൾ ഉണ്ട്. വേണ്ട മോഡലുകളുണ്ട്. ഒരു 10-15 ഐറ്റം ചൂലുകൾ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് എല്ലാം കാണിക്കാൻ പറ്റില്ല. ഇത് ഒരു 150 രൂപ 145 രൂപ ഒക്കെ റേറ്റ് ഒക്കെ വരുന്നുള്ളൂ. ഇത് വന്ന് പൊടി കൊഴിഞ്ഞു പോവില്ല. മറ്റേന്നൊക്കെ പറഞ്ഞാൽ ചിലതിന്റെ പൊടി കൊഴിയതൊന്നും പൊടിയൊന്നും ഇല്ലാത്ത ചൂലുകളാണ്. നമുക്ക് എവിടെ ടൈലിട്ട് കൊടുത്ത ഗ്രാനൈറ്റ് ഇട്ട് കൊടുത്തൊക്കെ അടിക്കാൻ പറ്റിയ സൈസ് സാധനങ്ങളാണ്. അതുണ്ട് ഇവിടെ. അതിനെത്ര വില പറഞ്ഞു? ഇതിന് 145 രൂപയൊക്കെ റേറ്റ് വരുന്നുള്ളൂ. പിന്നെ അതിന്റെ വരുമ്പോൾ ശരിക്കും പറഞ്ഞ ഒരു പീസ് ഇപ്പൊ നമ്മളിതിപ്പോ 110 രൂപയ്ക്ക് കൊടുക്കുകയാണെങ്കിലും അത് ഹോൾസെയിൽ വരയ്ക്കും നമ്മളിവിടെ അവർക്ക് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ഒരു 10 രൂപയൊക്കെ ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കണ്ടാവും. അപ്പൊ അങ്ങനെ ചൂലുകള് ഒരുപാട് ചൂലുകൾ ഇവിടെ ഉണ്ട്. അപ്പൊ വേണ്ടവര് ഇവിടെ വരിക വാങ്ങാം. പിന്നെ നമുക്ക് ചെടിച്ചട്ടികൾ തന്നെ ഇതും തന്നെ ഓരോ മോഡൽ ഇന്നർ അതിന്റെ ഉള്ളില് ഇന്നറുള്ള ചെടിച്ചട്ടികൾ 115 രൂപയുള്ളൂ. ഇന്നർ ഇങ്ങനെ വരണ ചെടിച്ചട്ടികളാട്ടോ ഇതുള്ളത്. ഒരു പീസ് വരുമ്പോ 135 നമ്മളിവിടെ കൊടുക്കുന്നത് 115 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ തന്നെ ഇവിടെ ഞാൻ വേറെ വെറൈറ്റി കുറെ അതിന്റെ തന്നെ വെറൈറ്റി സാധനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് തന്നെ നമ്മൾ ഈ ഇങ്ങനെ അടീനി വയ്ക്കാനൊക്കെ ആയിട്ട് ഇങ്ങനത്തെ ഈ മോഡൽ പരന്ന സൈസ്. ഇത് എത്രയായിരിക്കും റേറ്റ് വരുന്നുണ്ടാവുക? ഇതിന് വരുന്നത് 90 രൂപ 80 രൂപയൊക്കെ വരുന്നുള്ളൂ. ഈ റേറ്റിനൊക്കെ വരുന്നത് അത്രേ വരുന്നുള്ളൂ. അതിന്റെ ഏറ്റവും ചെറുതിന് വരുന്നത് 30 രൂപ വരുന്നുള്ളൂ. ഇതിന്റെ ഏറ്റവും ചെറുതിന് 30 രൂപയൊക്കെ വരുന്നു. 30 രൂപ കേട്ടോ. ഈ ഒരു ചട്ടി ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. നമുക്ക് മറ്റേ എന്തെങ്കിലും ഇങ്ങനത്തെ അടീനിയോ അല്ലെങ്കിൽ നമുക്ക് 2-3 ടൈപ്പ് ചെടി വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കാം. അങ്ങനത്തെ ടൈപ്പ് സാധനങ്ങൾ അടീനിയെ വെക്കാൻ പറ്റിയ സൈസ് ചെടി അത് 40 രൂപ വരുന്നുള്ളൂ. 22 രൂപയുള്ളൂ ഇതിനൊക്കെ. 22-40 രൂപയ്ക്ക് പറഞ്ഞാൽ അതിന് ബ്ലാക്കിനൊക്കെ അങ്ങനെ 22 രൂപ വരുള്ളൂ. അടീനിയം വെക്കാൻ പറ്റിയ ടൈപ്പ് ചട്ടികളാണ് ഇവിടെ ഉള്ളത്. ആ ഒരു റേറ്റേ വന്നുള്ളൂ. അപ്പൊ അതുണ്ട് ഇവിടെ. പിന്നെ ഇതൊന്ന് ഹാങ്ങിങ് ചട്ടിയാണോ? ഇത് തൂക്കിയിടുന്ന ചട്ടി. ഹാങ്ങിങ്ങിന്റെ ചട്ടികളാണ്. ഇത് വരുമ്പോ അങ്ങനെ കാണിച്ചാൽ ചേച്ചി കുഴപ്പമില്ല. ഇത് വരുമ്പോഴേ നമുക്ക് 65 രൂപ വരുന്നുള്ളൂ. ഇത്രയും വലിയ ചട്ടി തൂക്കിയിരുന്നത്. ഇത് ചെയിൻ അടക്കമാണ് നമ്മൾ 65 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത്. ചെയിൻ അടക്കം ആ റേറ്റിന് പറയണ. ഇത് ചട്ടി മാത്രല്ല ചെയിൻ അടക്കമാണ് ആ റേറ്റിന് പറയണത്. ഇതും തൂക്കിയിടുന്ന ചട്ടിയാണ്. ഇതും തൂക്കിയിടുന്ന ചട്ടി. ഇത് വരുമ്പോ ഒരു 18 രൂപ വരുള്ളൂ. ഇത് ചെയിൻ വേറെ നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കണം. ഇത് വെർജിനിൽ പെട്ട ക്വാളിറ്റിയാണ്. ഇതൊക്കെ വെർജിനിൽ പെട്ട ക്വാളിറ്റി. ചട്ടി മാത്രമാണ് 18 രൂപ. സാധനങ്ങളൊക്കെ നിങ്ങള് വാങ്ങിക്കണം. അപ്പൊ അത് തൂക്കിയിടുന്നൊക്കെ നമ്മൾ സെപ്പറേറ്റ് വേറെ വാങ്ങിക്കണം. ഇത് ഈ ചട്ടി മാത്രമാണ് ഒരു 18 രൂപ പറഞ്ഞത്. അതുണ്ട് ഇവിടെ. പിന്നെ അതിന്റെ തന്നെയാണ് ഈ കളർ ചേഞ്ചുകളൊക്കെ കളറുകളൊക്കെ ഇരിക്കണത്. അങ്ങനത്തെ കളർ ചേഞ്ചുകളാണോ ഫുള്ള്. അങ്ങനത്തെ ചട്ടികളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതാ കണ്ടോ ചട്ടികൾ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടെന്ന് തോന്നല്ലോ ഇവിടെ. ഇവിടെ ഒരുപാട് വെറൈറ്റി ചട്ടികൾ വരുന്നുണ്ട്. ഇഷ്ടംപോലെ ഈ കടക്കാരൊക്കെ വന്ന് കൊണ്ടുകൊണ്ടല്ലോ. ഹോൾസെയിലായിട്ടും എല്ലാവർക്കും കൊടുക്കണം നമ്മള്. പിന്നെ റീറ്റെയിൽ വന്ന് ആൾക്കാർ ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. കൊടുക്കാതിരിക്കണില്ല. ഇത് അതിൽ തന്നെ പെട്ട ക്വാളിറ്റി തന്നെയാണ്. കുഴപ്പമില്ല. എടുത്തില്ല കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല. വിട്ടേക്ക്. ആ ഒരു ടൈപ്പ് വൈറ്റ് ഫുള്ള് അങ്ങനത്തെ അതിന്റെ ടൈപ്പ് കളറുകൾ ചട്ടികളാണ്ടത് ഇവിടെ ഉള്ളത് മൊത്തം വരണത്. ഇതൊക്കെ നോർമൽ തൂക്കിയിടുന്ന ടൈപ്പ് ചട്ടികളാണ്ടത് ഇത് വരണത്. പിന്നെ ഈ മോഡല് ഇതൊരു 115-118 രൂപയൊക്കെ വരുന്നുള്ളൂ. ഈ മോഡൽ ഇതിനും ഇതിന്റെ ഉള്ളിൽ ഇന്നറുള്ള ചട്ടികളാണ്. കാണാൻ നല്ല അത്യാവശ്യം ഭംഗിയുള്ള ഡിസൈനൊക്കെ ഉള്ള ചട്ടികളാണ് അതുള്ളത്. അതുണ്ട് ഇവിടെ. പിന്നെ അതിന്റെ ചെറിയ ക്വാളിറ്റിയാണ് ഇത്. അത് 20 രൂപയൊക്കെ വരുന്നുള്ളൂ. ഇതിനൊക്കെ 15 രൂപ 20 രൂപയൊക്കെ വരുന്നുള്ളൂ. ചെറിയ വലുപ്പത്തിന്റെ അനുസരിച്ചാണ് നമ്മളിവിടെ റേറ്റ് ആയിട്ട് കൊടുക്കുന്നത്. ഇതിനും ഇന്നറുള്ളതാണ്. ഇത് ഇന്നറുള്ളതാണ്. ഇന്നറുള്ള ചട്ടിയാണ്ടത്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ വേറൊരു ചട്ടി വരും. അങ്ങനെ ഇപ്പൊ ചട്ടികൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പല ടൈപ്പ് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഇത് ഇന്നറുള്ള തന്നെയാണ്. ഇതും ഇന്നറുള്ള. അതിന്റെ ഉള്ളിൽ തന്നെ അതിന്റെ ഉള്ളിൽ ഇന്നർ വെച്ചിട്ടുണ്ട്. 40 രൂപയുള്ളൂ. ഈ ഒരു ടൈപ്പ് ചട്ടി കേട്ടോ 40 രൂപയാണ് ഇതിന്റെ റേറ്റ് വന്നത്. പിന്നെ ഈ മോഡൽ ചട്ടിയുണ്ട്. ഇതിന്റെ ഉള്ളില് ഇന്നറില്ല. ഇതിന്റെ അടിയില് പ്ലേറ്റ് അടിയില് വെക്കണ ഇതുണ്ട് കാലിന്. അതാണ് അതിന്റെ ഇന്നർ. ഇങ്ങനെ അതിന്റെ ഉള്ളില് നമുക്ക് ആവശ്യത്തിന് ചിലവർ ഇന്നർ വെക്കണവരുണ്ട്.
ചിലർ ഇന്നർ വെക്കുന്നത് നേപ്ലാന്റ് അങ്ങനത്തെ ചെടികളൊക്കെ വെക്കാറുണ്ട്. വരുന്ന ടൈപ്പ് ഇതിന് എത്രയാണ് റേറ്റ്? ഇതിന് 120 രൂപയുള്ളൂ. 120 രൂപ. ഇത് തന്നെ 95 രൂപയുടെ ഉണ്ട്, 90 രൂപയുടെ ഉണ്ട്, 110 50 രൂപയുടെ ഉണ്ട്, അങ്ങനെ പല റേറ്റിന്റെ ഉണ്ട്. ചെറുതിന്റെ വലുപ്പത്തിന്റെ അനുസരിച്ചാണ് ഇതിന്റെ ഇത്. ചട്ടികൾ ഇത് നമുക്ക് കണ്ടു പല പല ടൈപ്പ് ഇങ്ങനത്തെ ഇതിന്റെ ബ്ലാക്ക്, അതായത് ആ വെള്ളച്ചട്ടിന്റെ ഇന്നറുകളാണ് ഈ മോഡലുകളെല്ലാം മൊത്തം. ഇത് ഇത് എന്ത് ടൈപ്പ് ആയിരുന്നു? ഇത് എടുക്കാൻ പറ്റില്ലെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ. ഇത് നമുക്ക് ഈ റോസാപ്പൂ ചെടികളൊക്കെ വെക്കാൻ പറ്റി. ഇതിന് എത്രയാണ് റേറ്റ് വന്നതിന്? ഇതിന് വരുന്നത് 40 രൂപ അങ്ങനെയൊക്കെ റേറ്റ് വരുന്നുള്ളൂ. 45-40 രൂപയൊക്കെ റേറ്റ് വന്നിട്ട് ഈ ചട്ടിയുടെ. പിന്നെ ഇത് ബുദ്ധയുടെ ഷേപ്പ്, അത് 40 രൂപ വരുന്നത്. 40 രൂപ. അതെ, ആ ഒരു ടൈപ്പ് ചട്ടിയും ഇവിടെ ഉണ്ട്. പിന്നെ ഇത് ഇന്നറുള്ളതല്ലേ? അതിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ 5 രൂപയുടെ ചട്ടി കാണിച്ചല്ലേ, അത് തന്നെ വാങ്ങിച്ച് ഇന്നർ വെച്ച് നമുക്ക് കൊടുക്കാം. ഇതിന് 15 രൂപ വരുന്നുള്ളൂ ഈ ചട്ടി. ഈ ഒരു ചട്ടിയുടെ ഇന്നറടക്കം നമുക്ക് 15 രൂപയൊക്കെ വരുന്നുള്ളൂ ഇതിന്. ഈ ഒരു ചട്ടിയുടെ ചെറിയൊരു ചട്ടി നമുക്ക് എന്തെങ്കിലും ചെറിയ പ്ലാന്റ് ഒക്കെ വെക്കണമെങ്കിൽ പറ്റിയ ടൈപ്പ് ചട്ടികളാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇത് ഇന്നറുള്ളത് തന്നെ. ഇത് എത്ര രൂപ വരുന്നത്? ഇതിന് 115 രൂപ വരും. 115 രൂപ കേട്ടോ ഈ ഒരു ചട്ടിയുടെ റേറ്റ് വന്നത്. അതിൻ്റെ കൂടെ പിന്നെ ബുദ്ധയുടെ തന്നെ വലിയതുണ്ടല്ലോ, ബുദ്ധയുടെ വലിയ ചട്ടി ഉണ്ടല്ലോ, ബുദ്ധയുടെ ഇതിന് എത്ര രൂപയ്ക്കും വരാൻ റേറ്റ്? ഇതിന് 80 രൂപ വരും ഈ ചട്ടി. 80 രൂപ ആയിക്കോട്ടെ ഈ ഒരു ബുദ്ധയുടെ വലിയ ചട്ടി വന്നത്. പിന്നെ നമ്മൾ നേരത്തെ കണ്ടതിന്റെ ചെറുതല്ലേ, ഇതിനാണ് ചേച്ചി പറഞ്ഞ 50 രൂപ എന്ന് പറഞ്ഞത്. 50 രൂപ. ചെറിയ സ്റ്റാൻഡൊക്കെ വരുന്ന ടൈപ്പ് ചട്ടികൾ കേട്ടോ, അതുണ്ട് ഇവിടെ. ഇത് ചട്ടി തന്നെയാണോ? അതെ, നമ്മളെ ഇതിന്റെ ഇന്നറാണ്, ഇതിന്റെ ഉള്ളിൽ വെക്കണില്ലേ, ഇതിന്റെ ഇന്നറാണ്. അതിന്റെ കൂടെ വരുന്നതാണ് ഇന്നാണ്. അപ്പൊ അങ്ങനെയാണ് ചട്ടികൾ ഒരുപാടുണ്ട് ഇവിടെ. പല ടൈപ്പ് ചട്ടികൾ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ചട്ടികൾ മേശമ വെക്കാൻ പറ്റിയ സൈസ്, ജല്ലമ വെക്കാൻ പറ്റിയ സൈസ്, പല മോഡല്. അതൊക്കെ 10 രൂപ 15 രൂപയ്ക്ക് ഉള്ളു ആ മോഡൽ ചട്ടിക്ക്. ഈ ചട്ടികളുടെ റേറ്റ് കേട്ടോ അത്രേ ഉള്ളൂ. ആ ഒരു ടൈപ്പ് ചട്ടി ഉണ്ട് ഇവിടെ. അപ്പൊ അങ്ങനെ ചട്ടികൾ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട്. അപ്പൊ ചട്ടികളൊക്കെ വേണ്ടവർ ഇവിടെ കോണ്ടാക്ട് ചെയ്യുക. ഇഷ്ടം പോലെ ചട്ടികൾ ഉണ്ട്. പിന്നെ അടുത്ത് നമുക്ക് കോക്കോപ്പീറ്റ് ഉണ്ടല്ലേ, ചകിരിച്ചോറ്. കോക്കോപ്പീറ്റ് ഒരു പീസ്, അതായത് നമുക്ക് വന്നത് 5 കിലോന്റെ 4 കിലോത്തിന്റെ അങ്ങനെയൊക്കെ ഉണ്ട്. അത് 150 രൂപയാണ് ഒരു പീസായിട്ട്. ഒരു പീസ് വരുന്നതല്ലേ, ഒരു പീസിന് 150 രൂപയ്ക്കാണ്. ഇത് ഒരു പീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറെ ഉണ്ടാവും വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ. കുതിർത്തി കഴിയുമ്പോൾ ഒരു എയർപാനിൽ നമ്മൾ വെള്ളത്തിൽ ഒഴിച്ച് കുതിർത്തി വെച്ചാൽ അത് നിറച്ചുണ്ടാവും. കുതിർന്ന് കഴിയുമ്പോൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ കോക്കോപ്പീറ്റുകൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ചെടിക്ക് ആവശ്യമായ അത്യാവശ്യം ചെറിയ സാധനങ്ങളൊക്കെ, അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ഇവിടെ ഉണ്ട്. വളം ഒഴിച്ച് ബാക്കി എല്ലാ ചട്ടികളും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊരു 190 രൂപയൊക്കെ വരും. ഇതിന്റെ ഉള്ളിലും ഇന്നറുണ്ട്. ഇന്നറുണ്ട്, കുഴപ്പമില്ല, എടുക്കണ്ട. ഇന്നറടക്കല്ലേ? ഇന്നറടക്കം 190. അത് നല്ല നീളമുള്ള വലിപ്പമുള്ള സൈസ് സാധനം, അകത്തൊക്കെ വെക്കാൻ പറ്റിയതാ. അപ്പൊ അങ്ങനെയാണ് ചട്ടികളുടെ. പിന്നെ നമുക്ക് മറ്റേ ഗ്രില്ലുമൊക്കെ തൂക്കുന്ന ടൈപ്പ് ചട്ടി, ഗ്രില്ലുമ്മ തൂക്കുന്ന ചട്ടി അത് അവിടെ അതും കൂടെ കണ്ടിട്ട് പോവാം. ഇതാണ് നമ്മുടെ വെറ്റിക്കൽ ഗ്രില്ലുമൊക്കെ തൂക്കുന്ന സൈസ് സാധനങ്ങളൊക്കെ. അത് 22 രൂപ വരുന്ന റേറ്റ്. ഗ്രില്ലുമ്മ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനം ഉണ്ടോ? ഗ്രില്ലുമ്മൊക്കെ തൂക്കിയിരുന്ന ടൈപ്പ് ചട്ടി 22 രൂപ ഒരു പീസ് വരുന്നുണ്ട്. അതിന്റെ തന്നെ കുറഞ്ഞ ക്വാളിറ്റി ഉണ്ട് കേട്ടോ. 10 രൂപയുടെ 13 രൂപയുടെ ഒക്കെ ഉണ്ട്. അതിന്റെ വേറെ 10-12 രൂപ 13 രൂപ വരുന്ന റേറ്റ് വരണ അതിന്റെ വേറെ ടൈപ്പ് ഉണ്ട് കേട്ടോ. അപ്പൊ അതും അതിന്റെ കളറുകൾ വരുന്നുണ്ട്. ഇപ്പൊ പല പല വൈറ്റും കളർ അങ്ങനെ പല കളറുകൾ വരുന്നുണ്ട് അതിന്റെ തന്നെ, അതും ഉണ്ട് ഇവിടെ. അപ്പൊ അതും അങ്ങനെ ചട്ടികൾ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് ചട്ടികൾ ഇവിടെ ഉണ്ട്. നമുക്ക് അടുത്തേക്ക് പോയാലോ ചേച്ചി? കത്തികൾ നോക്കാം. കത്തികൾ ഇത് മീറ്റ് കട്ട് ചെയ്യുന്നതാണോ? ഇത് മീറ്റ് കട്ട് ചെയ്യുന്ന കത്തികളാണ്. അതിന് 480 രൂപ വരും. ഇത് ഇത്രയും വലിയ കത്തി. ഈ മാർക്കറ്റിലേക്കൊക്കെ ഇറച്ചി മീനൊക്കെ വെട്ടാനായിട്ട് അവർ കൊണ്ടുപോകും. 480 രൂപ ഈ കത്തിയുടെ റേറ്റ് വരുന്നത്. പിന്നെ ഇത് അതിന്റെ തന്നെ ചെറിയ മോഡലാണ്. ആ മോഡൽ തന്നെ, അതിന്റെ പിടികൾ മാത്രമേ വ്യത്യാസമുള്ളൂ. ഈ 480 രൂപയുടെ തന്നെ. പിന്നെ ഇത് പോളികാർഡിന്റെ കത്തികളാണ്. അത് വലിപ്പത്തിന്റെ അനുസരിച്ചാണ് റേറ്റ് വരുന്നത്. ഏറ്റവും കുറഞ്ഞത് നമുക്ക് ഇവിടെ 50 രൂപ 55 രൂപയുടെ കത്തികളാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതൊരു 90 രൂപ വരുന്നുണ്ട്. അതുപോലെ ഏറ്റവും ചെറുത് വരുമ്പോൾ നമുക്ക് ഇത് വരുന്നത് ഇത് വരുമ്പോൾ നമുക്കൊരു 58 രൂപ വരുന്നുള്ളൂ. ഈ പോളികാർഡിന്റെ ചെറിയ പോളികാർഡിൻ്റെ കത്തികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ കത്തികൾ വേണ്ടവർ ഇവിടെ കോണ്ടാക്ട് ചെയ്യുക. ഒരുപാട് കത്തികളുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് ചേച്ചി കാണിച്ചോ.
പിന്നെ ഇതേ ഈ കത്തിയുണ്ട ഇത് വെറും 50 രൂപ 40 രൂപയ്ക്ക് വരുന്നുള്ളൂ. ഈ കത്തിക്ക് 40 രൂപയുള്ളൂ. ഈ കത്തി തന്നെ 40 രൂപ വരുന്നുള്ളൂ. 40 രൂപ കേട്ടോ. ഇത് പൊളികടൻ തന്നെയാണോ? 40 രൂപ ഈ ഒരു കത്തിയുടെ. ഇത് എന്ത് പച്ചക്കറി ഏരിയ? പച്ചക്കറി നമുക്ക് എന്ത് വേണം നമ്മുടെ വീട്ടിൽ ഇപ്പൊ മീൻ നന്നാക്കാനും പച്ചക്കറി ഏരിയാൻ അങ്ങനെ പല കാര്യത്തിനും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഒട്ടും വെയിറ്റ് ഇല്ലാത്തൊരു ടൈപ്പ് കത്തിയാണ്. നല്ല നല്ല കത്തിയാണ്. അതുണ്ട് ഇവിടെ. പിന്നെ കത്രികകളാണ്. അത് പല സൈസ് കത്രികകളുണ്ട്. മീൻ വെട്ടണ കത്രിക ഉണ്ട്. ഇത് നോർമൽ കത്രിക. അത് നോർമൽ കത്രിക. ഈ ചിലർ ചെടിയൊക്കെ എടുത്ത് തുമ്പ് വെട്ടാനൊക്കെ. ഇത് മീൻ വെട്ടണ കത്രിക. ഇത് എത്രയായിരിക്കും റേറ്റ് തന്നെ? ഇത് പല റേറ്റിനുണ്ട്. നമ്മൾ കാരണം വെച്ചാൽ 90 രൂപയുടെ ഉണ്ട്, 100 രൂപയുടെ ഉണ്ട്, 160 രൂപയുണ്ട്. പല മോഡലുകളുണ്ട്. അതായത് 5-6 തരങ്ങളുണ്ട്. അപ്പൊ അതിൻ്റെതനുസരിച്ചുള്ള റേറ്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ആ ഒരു കത്രിക അത് 160 രൂപ. ഇത് വരുമ്പോ 115 രൂപ വരുന്നുള്ളൂ. ഈ ഒരു ടൈപ്പ് മീൻ വെട്ടണ കത്രിക കേട്ടോ. ഇതിന് 100 രൂപയുള്ളൂ. ഈ ഇത് തന്നെ അത് പല മോഡലുകളും ഉണ്ട്. അത് മീൻ വെട്ടണ കത്രികൾ തന്നെ 100 രൂപ കേട്ടോ ഇതിന്റെ റേറ്റ് തന്നെ. ഇത് മീൻ വെട്ടണല്ലോ? അല്ല, ഇത് നമ്മള് തുണി വെട്ടണ കത്രിക. ഇത് മീൻ വെട്ടണ കത്രിക അല്ല കേട്ടോ. ഇത് തുണി വെട്ടണ കത്രിക. തുണി വെട്ടണാണ്. അപ്പൊ അങ്ങനെ കത്രികകള് പല മോഡലുകളും ഉണ്ട്. ഇത് 75 രൂപയുള്ളൂ ഈ മോഡല്. ഇതും തുണിയൊക്കെ ടൈപ്പ് കട്ട് ചെയ്യുന്ന ടൈപ്പ് കത്രികാണ്ട് ഇത്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതെന്ത് കത്തിയായിരുന്നു? ഇത് നമ്മൾ ഈ ചിലര് കേക്ക് മുറിക്കാൻ കൊണ്ടുപോകുന്നവരുണ്ട്. ചിലർ അങ്ങനെ പല ഐറ്റത്തിനൊക്കെ അങ്ങനെ ഉപയോഗിക്കാനായിട്ടേ, ഉള്ളി അരിയാൻ, ഉള്ളി നന്നാക്കാൻ അങ്ങനെയൊക്കെ ഇരുന്ന് ചെയ്യാനായിട്ട് അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ഇതിന് ഏകദേശം പറഞ്ഞത് 18 രൂപ വരുന്നുള്ളൂ. ഒരു കത്തിക്ക് 18 രൂപ വരുന്നുള്ളൂ. 18 രൂപ റേഞ്ച് വരും കേട്ടോ.